പെരിന്തട്ടയിൽ ജനവാസ മേഖലയിലെ കടുവയും പുലിയും നേർക്കുനേർ ഏറ്റുമുട്ടി. ഇന്നലെ രാത്രിയിലാണ് സംഭവം. ഈ സ്ഥലത്ത് വനംവകുപ്പ് പരിശോധന നടത്തി. സമീർ ബിൻ കരീം ഈ സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുന്നു. സമീർ, എന്തെങ്കിലും അടയാളങ്ങൾ അവശേഷിപ്പിച്ചിട്ടാണോ പോയത് ഈ രണ്ട് കക്ഷികൾ? വനംവകുപ്പ് നടത്തിയ പരിശോധനയിൽ ഇവയുടെ കൽപ്പാടുകളും ഈ കടുവയുടെ രോമവും ഒക്കെ തന്നെ പല്ലുമൊക്കെ തന്നെ കണ്ടെത്തി. അത് വനംവകുപ്പ് ശേഖരിച്ച് മടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പെരിന്തട്ടയിൽ സംഭവം നടക്കുന്നത്. ഈ റോഡിൽ വെച്ചാണ് ഈ കടുവയും പുലിയും തമ്മിൽ ഏറ്റുമുട്ടിയത് എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികളായ നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതൊരു എസ്റ്റേറ്റ് മേഖല കൂടിയാണ്. ഈ ഭാഗത്ത് നിന്ന് ആദ്യം കടുവയും പുലിയും കൂടെ ഏറ്റുമുട്ടുന്നു. അതിനുശേഷം റോഡിലേക്ക് എത്തുന്നു. അവിടെ വെച്ചും ഇവർ ഏറ്റുമുട്ടി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത്. രാത്രി ഒരു 10 മണിയോട് കൂടെയാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇന്ന് രാവിലെയാണ് വനംവകുപ്പ് എത്തി പരിശോധന നടത്തി ഇതിങ്ങനെ ഒരു ഏറ്റുമുട്ടൽ നടന്ന സ്ഥിരീകരണം നടത്തുന്നത്. ഇപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എന്താണ് കണ്ടത്? ഞങ്ങൾ ഒരു 10:15 നമ്മളിവിടെ നിന്ന് സംസാരിക്കാം. നമ്മളൊരു സുഹൃത്തുണ്ട്, ഇവിടുത്തെ മുൻ വാർഡ് മെമ്പർ ഗിരീഷ്. പുള്ളിയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇത് അതിഭീകരമായ ശബ്ദം കേൾക്കുന്നത്. അത് ഈ ശബ്ദം ഇത് തമ്മിൽ കടികൂടുന്ന ശബ്ദമായിരുന്നു. അത് കേട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്ന് ഈ മരത്തിന് ചോട്ടിൽ വന്നപ്പോൾ ഇവിടെയാണ് ഈ ശബ്ദം കേൾക്കുന്നതെന്നുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പുലിയാണ് എന്നുള്ള അർത്ഥത്തിലാണ്, പുലി മറ്റു മൃഗത്തെ പിടിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് വന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഈ സാധനത്തെ വലിച്ച് താഴേക്ക് കൊണ്ടുപോയിട്ടു. കടുവയാന്ന് എൻ്റെ ഒപ്പമുള്ള സുഹൃത്ത് അത് കടുവയാന്ന് സ്ഥിരീകരിച്ചു. പക്ഷെ എനിക്ക് സംശയമായിരുന്നു. പിന്നെ ഇത് നേരെ ഇതിൻ്റെ മുകളിൽ കിടക്കുകയാണ് ഉണ്ടായത്. ഒരു 2 മിനിറ്റ് നേരം അതിൻ്റെ മേലെ കിടന്നു. അപ്പം ഞങ്ങൾ അവിടെ തന്നെ ശബ്ദിക്കാതെ കുറച്ച് നേരം നിന്നു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഈ RRTക്കാരെ വിളിക്കുന്നുണ്ട്. RRTക്കാരെ വിളിച്ച സമയത്ത് ഞങ്ങളെ ശബ്ദം കേട്ടത് ഈ മൃഗത്തിൻ്റെ മേലെ നിന്ന് എണീറ്റ് നേരെ പുള്ളി ഇങ്ങോട്ട് കയറി. അപ്പോൾ ഇത് കിടക്കുന്ന സാധനത്തെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇത് നേരെ തിരിച്ച് അങ്ങോട്ട് ഇറങ്ങി ഇതിൻ്റെ ചുറ്റും ഒന്ന് നടന്നു. ഈ പിടിക്കപ്പെട്ട ഇരയുടെ ചുറ്റും ഒന്ന് നടന്നപ്പോഴാണ് ഇത് കടുവയാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടത്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പന്നിയാണ് എന്നുള്ളതാണ്. അതിനുശേഷം ഞങ്ങളെ ശബ്ദം കേട്ടപ്പോൾ ഇത് മുകളിലേക്ക് കയറിപ്പോയി, ഇങ്ങോട്ട് കയറിപ്പോയി, ഈ കുന്നിലേക്ക് കയറിപ്പോയി. ഞങ്ങൾ പന്നിയാന്ന് വെച്ചാൽ ഞങ്ങൾ നടന്നു വരുമ്പോൾ ആണ് ഈ ഒരു 2-3 മിനിറ്റിന് ശേഷം ഈ സംവിധാനം എണീറ്റപ്പോഴാണ് എന്നുള്ള സാധനം പുലിയാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കടി കൂടുന്നത് കൊണ്ടാണ് അത്രയും ഭീകരമായ ശബ്ദം. ഞങ്ങൾ ഒരു 100 മീറ്റർ അകലെയായിരുന്നു ഉണ്ടായിരുന്നേ. അവിടെ നിന്ന് ശബ്ദം കേട്ടിട്ടാണ് ഇങ്ങോട്ട് നടന്നു വന്നിട്ടുള്ളത്. നമുക്കിതിപ്പോൾ സ്ഥിരമായി ഇങ്ങനെ വന്യമൃഗശല്യം ഉള്ള ഒരു പ്രദേശം കൂടിയാണോ അത്? ഇവിടെ 5-6 മാസത്തിന് മുമ്പ് ഒരു 4-ലധികം പശുക്കളെ കടുവ പിടിച്ചു പറഞ്ഞിട്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങൾ എന്നിട്ട് ഈ പശുവിൻ്റെ ജഡമായിട്ട് നാഷണൽ ഹൈവേ ഉപരോധിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആന വന്നിട്ട് 2 ആഴ്ച മുമ്പ് നമ്മളെ പെരിന്തട്ട സ്കൂളിൽ തകർത്ത് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഏതായാലും ഈ കടുവാ ശല്യം പുലിശല്യം ഒക്കെ തന്നെ രൂക്ഷമായ ഒരു മേഖലയാണ്. മാത്രമല്ല ഈ കടുവ ഇനിയും ഇന്ന് രാത്രിയിൽ തിരിച്ചു വരുമോ എന്നുള്ള ആശങ്ക ഈ നാട്ടുകാർക്കുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി വിഷയത്തിൽ വനം വകുപ്പ് സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.